വീര്യം കുറഞ്ഞ മദ്യനികുതി കുറച്ചത് ധനബില്ലിൽ ഉൾപ്പെടുത്തിയത് കുരുക്ക്. ബിൽ പാസ്സായാൽ വിൽപ്പനയ്ക്ക് സർക്കാർ അനുമതി വേണ്ട, സർക്കാർ തിരുത്തണമെന്ന് പിണറായി വിജയൻ. ഏതായാലും വീര്യം കുറഞ്ഞ മദ്യത്തിൽ ഭരണ പ്രതിപക്ഷ വാക്പോര് തുടരുക തന്നെയാണ്. പിണറായി വിജയൻ സർക്കാരാണ് ഈ വിഷയത്തിൽ നേരത്തെ ചില നിലപാടുകൾ കൈക്കൊണ്ടത് എന്ന വിമർശനവുമായി പ്രതിപക്ഷവും ഇപ്പോഴത്തെ ഭരണപക്ഷമാണ് എല്ലാത്തിനും പിന്നിലെന്ന് പ്രതിപക്ഷവും വ്യക്തമാക്കിയതോടെ വരും ദിവസങ്ങളിൽ പോര് കടുക്കുമെന്ന് വ്യക്തം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് ധനബില്ലിൽ ഉൾപ്പെടുത്തിയത് സ്വകാര്യ മദ്യലോബിയെ സഹായിക്കാനെന്ന് പിണറായി വിജയൻ. സഭയിൽ അവതരിപ്പിക്കുന്ന ബിൽ പാസ്സായാൽ വിൽപ്പനയ്ക്ക് സർക്കാർ അനുമതി വേണ്ട, അങ്ങനെയെങ്കിൽ പിന്നെ UDF ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്നും പിണറായി ചൂണ്ടിക്കാട്ടി. ബജറ്റിനൊപ്പം നികുതി ഇളവുകൾ നിയമമാക്കുന്ന ഫിനാൻസ് ബിൽ സഭ അംഗീകരിച്ചാൽ അത് നിയമമായി മാറും. അത് നടപ്പാക്കുന്നത് തടയാൻ UDFന് നിയമപരമായി കഴിയില്ല. ബിൽ പാസ്സായി നിയമത്തിന്റെ ഭാഗമാകുന്ന നികുതി നിർദ്ദേശം എക്സിക്യൂട്ടീവ് ഉത്തരവ് മൂലം മരവിപ്പിക്കാനും കഴിയില്ല. UDF ചർച്ച എന്ന പുകമറ മദ്യ കമ്പനിയുടെ വഴിവിട്ട ആവശ്യം അംഗീകരിക്കാനുള്ള അടവ് മാത്രമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം മദ്യനികുതി ഇളവിൽ പിന്നോട്ടില്ലെന്ന് ധനബില്ലിന്റെ കരട് പ്രസിദ്ധീകരിച്ചും നിലപാട് വ്യക്തമാക്കുകയാണ് VD സതീശൻ. UDF എതിർപ്പ് നിലനിൽക്കെ മദ്യനികുതി ഇളവിൽ പിന്നോട്ടില്ലെന്ന നിലപാടെടുത്ത് VD സതീശൻ സർക്കാർ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് ഉൾപ്പെടുത്തി ധനബില്ലിന്റെ കരട് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ജൂലൈ 1 ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കും.